ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട്, അതേക്കുറിച്ച് എന്താണ് ബിജെപിക്ക് പറയാനുള്ളത്? ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണവും സ്വത്തും ഒക്കെ കളവ് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ എത്രയാണ് മോഷണം നടന്നത്, എത്രയാണ് നഷ്ടപ്പെട്ടത്, ഇങ്ങനെയൊരു കണക്കുണ്ടാവാറുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും ദിവസമായി എത്രയെത്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ഇപ്പോഴും തിട്ടമില്ല. എത്ര സ്വർണ്ണമാണ് പോയത്, എത്ര അയ്യപ്പസ്വാമിയുടെ എത്ര സ്വത്താ പോയതെന്ന് കൃത്യമായി പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല. ഇതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതാണ് ഇപ്പോൾ തന്നെ രണ്ടാമതൊരു റിപ്പോർട്ട്. എന്തേ ആദ്യത്തെ റിപ്പോർട്ടിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല? അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കട്ടത് ദേവസ്വം ബോർഡാണെന്നേ. കട്ടത് ദേവസ്വം ബോർഡാകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിൽ എങ്ങനെ എല്ലാവരെയും അവർക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും? ഇപ്പം രണ്ടാമത് റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു, SIT ഉണ്ടായിരിക്കുന്നു, SITയുടെ അന്വേഷണം നടക്കുന്നു. നിവൃത്തിയില്ലാതെ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. ഒരു കാര്യം സ്മൃതി വളരെ കൃത്യമാണ്. രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ആശങ്ക കൂടിയതല്ലാതെ ആശങ്ക കുറയുന്നില്ല. കാരണം ഭീകരമാകുകയാണ് ഈ സ്ഥിതിവിശേഷം. കട്ടുപോയ സ്വർണത്തിന് കണക്കില്ല. കൊണ്ടുപോയ കട്ടിളയ്ക്ക് തൂക്കമുണ്ട്, മത്സരമുണ്ട്. തിരിച്ചവിടെ കൊണ്ടുവന്ന് ഈ കട്ടിള വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്നത്തെ ടാഗ്ലൈൻ തന്നെ അതാണല്ലോ, കട്ടിളയും പോയെന്ന്. കട്ടിളയല്ല, അതിനപ്പുറത്ത് കട്ടിള കഴിഞ്ഞാൽ കടന്നു ചെല്ലുന്നത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനകം. തിരിച്ചു വന്ന കട്ടിളയുടെ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ മഹസറില്ല എന്ന് പറയുമ്പോൾ എവിടെ ചെന്നെത്തി നിൽക്കുന്നു ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷനും ഭരണമൊക്കെ തന്നെ. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ തുടക്കത്തിൽ തൊട്ട ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ സഹയാത്രികനൊക്കെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജയചന്ദ്ര സാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു മനോഹര പണിക്കർ ശില്പിയായിട്ടുള്ള അദ്ദേഹത്തെക്കാൾ വലിയ വൈദഗ്ധ്യത്തോടു കൂടിയാണ് സ്വർണം പൂശലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. സാറ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് 88-89 ഈ സാധനം വിജയമല്യയുടെ സ്വർണം 30 കിലോ സ്വർണം ഉപയോഗിച്ചിട്ട് അത് മുഴുവൻ സ്വർണം പൂശിയപ്പോഴും അതിനുശേഷവും 2018-19 അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ പരിഹാരക്രിയകളോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിനോവേഷൻ നടത്തിയതിന് ശേഷവും ഇവരെല്ലാം ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുത്തത്. ഈ 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സാധനം ഇത് അതിനു മുമ്പ് കളറ് പോയി അത് വെളുത്തിട്ടുണ്ടെങ്കിൽ, ചെമ്പായിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ലേ? ഇപ്പം 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സാധനം 2018-19 ശേഷം ഒരിക്കൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് 2025 വീണ്ടും കൊണ്ടുപോകുമ്പോഴും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ എന്താ പറയുന്നത്? വളരെ കൃത്യമായിരുന്നു. 2018-19 മഹസർ എഴുതിയത് ഇതേ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് മുരാരി ബാബുവാണ് മഹസർ എഴുതിയത്. അന്ന് ഇത് കൊണ്ടുപോയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാലത്തും മഹസർ എഴുതി ഈ സാധനം ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഇതേ മുരാരി ബാബു തന്നെയാണ് മഹസർ എഴുതിയിരിക്കുന്നത്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്ത് വ്യത്യാസമാണേ ഉള്ളത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഈ പറയുന്നത്. ഇത് കേവലം 2018-19 തൊട്ട് 2020-25 തൊട്ടുള്ള വരെയുള്ള പ്രശ്നമല്ല സ്മൃതി. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ സംഭാഷണത്തിനിടയ്ക്ക് ചർച്ചക്കിടയ്ക്ക് സൂചിപ്പിച്ചു, UDFൻ്റെ കാലത്തുൾപ്പെടെ ഈ മോഷണമാണെന്ന് അവിടെ നടക്കുന്നത്. അവിടെ മോഷണം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് മനസ്സിലാക്കിയ കോടതിയാണ് UDFൻ്റെയും LDFൻ്റെയും ദേവസ്വം ബോർഡുകളുടെ ഭരണം കണ്ട് മടുത്തിട്ടാണ് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഒരു ജില്ലാ ജഡ്ജിയെ ഇടയ്ക്ക് നിയമിക്കേണ്ടി വന്നത്. അത്ര ജില്ലാ ജഡ്ജിയുടെ സർവൈലൻസിലുള്ള നിരീക്ഷണത്തിലുള്ള ക്ഷേത്രത്തിലാണ് ഈ കൊള്ളയും നടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ UDF ആയാലും LDF ആയാലും കാലാകാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ പണം മോട്ടിച്ചുകൊണ്ട് പോയ ദേവസ്വം ബോർഡ് നേതാക്കളാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഒരു വിജിലൻസ് അന്വേഷണം ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നില്ലേ? UDFൻ്റെ ശ്രീ ശിവകുമാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ ജയകുമാർ മോട്ടിച്ച 1,87,74 ലക്ഷം രൂപയുടെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ശ്രീകുമാർ സാറൊക്കെ വളരെ എന്താ പറയുക, എത്ര സ്മൂത്തായിട്ട് അവർ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സാറ് 2 മുന്നണികൾ ശബരിമലയിൽ മോഷണമാണ് കലയാക്കിയവരാ. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അവിടെ ഉള്ള സ്വർണത്തിന് കണക്കില്ലെന്നേ. ആരുടെ കയ്യിൽ കണക്കുണ്ടെന്നേ ഈ പറയുന്നത്? ഇപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കട്ടിളയിലെ സ്വർണവും ദ്വാരപാലകന്മാരുടെ സ്വർണം മാത്രമേ ഉള്ളൂ. വിജയമല്യ 88-89 അവിടെ 30 കിലോ സ്വർണ്ണം പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 30 കിലോ സ്വർണ്ണം അവിടെ മേൽക്കൂര ഉൾപ്പെടെ ശബരിമലയുടെ ചുറ്റുപാടുമുള്ള തൂണുകളിലും ഒക്കെ ഈ സാധനമുണ്ട്.
ഇതിൽ ഏതൊക്കെ തൂണ് ഏതൊക്കെ കാലത്ത് ഏതൊക്കെ പോറ്റുമാർ ഇളക്കിക്കൊണ്ട് പോയെന്നുള്ളതിന് വല്ല ബോധ്യവും ബോർഡിനുണ്ടോ? ഈ ബോർഡ് കൊണ്ടുപോയതിന് കൃത്യമായിട്ട് ഈ വിഷയം തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പത്മകുമാറിനെ പോലുള്ള ബോർഡ് മെമ്പർമാർ പറഞ്ഞത്? അത് ഞാൻ ഉത്തരവാദിയല്ല, കാരണം അത് തിരുവാഭരണം കമ്മീഷനാണ് ഇതിന് ഉത്തരവാദി എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമത്തെ വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു, ബോർഡിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ സാധനം പുറത്തു പോയിരിക്കുന്നത്. ബോർഡാണ് ആദ്യം ഇതിനെ ചെമ്പാക്കിയത്, മനസ്സിലായില്ലേ? ഇതുപോലെ ഇതിനു മുമ്പ് എത്രയോ വട്ടം ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ശബരിമല നടന്നിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ 30 കൊല്ലത്തെ അന്വേഷണം നടത്തണം. SITയുടെ അന്വേഷണം ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ SIT അന്വേഷിക്കുന്നത് കേവലം 4 കിലോ സ്വർണം പോയ ദ്വാരപാലകന്മാരുടെ പാളിയും തൊട്ട് ഈ പറയുന്ന കട്ടിളയോ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ വാതിലിലെ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്കി സ്വർണം അവിടെ ഉണ്ടെന്നുള്ളതിന് ആർക്കെന്താ ഉറപ്പ്? ഇവിടെ ഇടത് സഹയാത്രം വളരെ സാങ്കേതികമായിട്ട് പറയുന്നു, ഈ എന്താ പറയുക, ഇപ്പോൾ അവിടെ പെരിയാർ ടൈഗർ പ്രോജക്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഈ എന്താ പറയുക ഇലക്ട്രോ പ്ലേറ്റിങ് അവിടെ വെച്ച് നടത്താൻ സാധിക്കില്ല, അത് സാധിക്കില്ല, സ്വർണം പൂശാൻ സാധിക്കില്ല. സാർ 88-89 ഈ 33 കിലോ സ്വർണം കൊണ്ട് ശ്രീകോവിലിൻ്റെ മേൽക്കൂര തൊട്ടിങ്ങ് താഴെ വരെ സ്വർണം പൂശത് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് സാർ. നിങ്ങൾ എന്ത് സാങ്കേതികത്വം പറഞ്ഞിട്ടാണ് ആരെയാണ് ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തീവ്രവാദികളായിട്ടുള്ള എത്രയോ പേരെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ പല ചാനലിലും ഞാനും ചർച്ചയിലുണ്ടായിരുന്ന ആളാണ്, അവരെയൊന്നും ഇന്നിപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പം ജയചന്ദ്ര സാറിനെ പോലുള്ളവർ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. നിങ്ങൾ ഏത് സാങ്കേതികത്വം പറഞ്ഞാലും അയ്യപ്പൻ്റെ സ്വർണം പോയി എന്നുള്ളതൊരു സത്യമാണെങ്കിൽ ആ സ്വർണം മോഷണം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനകം പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടെ ഞാൻ പറയാം. നമുക്കറിയാം, ഈ വിഷയം വന്നതിന് ശേഷം 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഒന്ന്, നേരത്തെ ഒരു IPS ഉദ്യോഗസ്ഥൻ V. ഗോപാലകൃഷ്ണൻ, ദേവസ്വം മുൻ ചീഫ് വിജിലൻസ് ഓഫീസറാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഏറെക്കാലമായി ശബരിമല നടക്കുന്ന മോഷണങ്ങൾക്കുള്ള സാധ്യത, അത് അവിടുത്തെ ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന ഈ സാഹചര്യം ഏത് തരത്തിലുള്ള മോഷണത്തിനും കളമൊരുക്കുന്നതാണ് എന്നൊരു വിജിലൻസ് ഓഫീസർ, ശബരിമല വിജിലൻസ് ഓഫീസർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സാഹചര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.